ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂരിൽ അടച്ചിട്ടിരുന്ന ഹോട്ടലിൽ മധ്യവയസ്കനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. വെട്ടേറ്റത് കോട്ടുക്കൽ സ്വദേശി അഷറഫിന്. ആവണിപ്പാറ ആദിവാസി കോളനിയോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് കോളനി നിവാസികൾ. അനധികൃതമായി കടത്തിയ മണൽ പുനലൂർ പോലീസ് പിടികൂടി. മണൽ കടത്തിയത് തമിഴ്നാട്ടിലെ പാസ് ഉപയോഗിച്ച്. രാജവെമ്പാല ഭീതിയിൽ ആര്യങ്കാവ് നാഗമല നിവാസികൾ. അടുത്തിടെ പിടിയിലായത് 3 രാജവെമ്പാല. വാർത്തകൾ വിശദമായി. പുനലൂർ TB ജംഗ്ഷനിൽ അടച്ചിട്ടിരുന്ന ഹോട്ടലിൽ മധ്യവയസ്കനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. കോട്ടുകൽ സ്വദേശി അഷ്റഫിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അഷ്റഫിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടുക്കൽ സ്വദേശി അഷ്റഫിനെയാണ് വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഈ ഹോട്ടൽ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ 2 ദിവസം മുമ്പേ ഇവിടെ തൊഴിലാളികൾ തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. ഇതേ തുടർന്ന് അഷ്റഫ് മറ്റൊരാളുടെ വസ്ത്രങ്ങൾ കത്തിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഹോട്ടൽ മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാനമടക്കം നടന്നുവരുന്നതായി പറയപ്പെടുന്നു. ഇതേ ഹോട്ടലിലെ തൊഴിലാളിയായിരുന്ന അഷ്റഫ് ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുനലൂർ CIT ബിനുകുമാർ, SI CK മനോജ് എന്നിവരടങ്ങുന്ന സംഘം വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്നും പുനലൂർ CIT ബിനുകുമാർ അറിയിച്ചു. 2-3 ദിവസം മുമ്പേ അങ്ങോട്ടും വഴക്കൊക്കെ നടന്നിട്ടുണ്ട്. ഒരു തൊഴിലാളിയുടെ ഒരു ഡ്രസ്സ് മുഴുവൻ ഇന്നലെ വിട്ടുകൊണ്ട് അഷ്റഫ് കത്തിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അങ്ങനെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഈ ഹോട്ടൽ 1 മാസം കൊണ്ട് അടച്ചിട്ടിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടിട്ട് ഇയാളെ ഗുരുതരമായിട്ട് പരിക്കേറ്റ അയാളെ ഇഞ്ചുറി പറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയാളുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം എനിക്കാണ്. പ്രതിയൊക്കെ വേണ്ടി ഊർജിതമായിട്ട് അന്വേഷണം നടന്നു വരുന്നു. ഉടൻ തന്നെ പ്രതി അറസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഒരുക്കി നിലകൊള്ളുന്ന പാറകൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ല. റെയിൽവേയുടെ ഗേജ് മാറ്റം പൂർത്തിയായാൽ പിന്നീട് ഈ പാറകൾ നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും ഉണ്ടാവുക. കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് ആര്യങ്കാവ് 13 കണ്ണർ പാലത്തിന് സമീപമാണ് അപകടക്കണിയൊരുക്കി പാറകൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിന് മുകളിൽ കൂടിയാണ് റെയിൽവേയുടെ ഗേജ് മാറ്റ ജോലികൾ നടക്കുന്നത്. ഗേജ് മാറ്റ ജോലികൾ പൂർത്തിയായാൽ പാറ പിന്നീട് പൊട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയാകും ഉണ്ടാവുക. പാറ റോഡിലേക്ക് ഉന്തി നിൽക്കുന്നതിനാൽ റോഡിന് വീതി വളരെ കുറവാണ്. 2 വാഹനങ്ങൾ ഒരേ സമയത്തെത്തിയാൽ വശം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതുമൂലം വാഹനങ്ങൾ തമ്മിൽ ചെറിയ ഉരവുണ്ടാവുകയും വാഹനങ്ങൾ പാറയിൽ തട്ടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. റോഡിന് ഒരു വശത്ത്
റോഡിലേക്ക് ഉന്തി നിൽക്കുന്ന പാറയും മറുവശം കഴുതുരുട്ടി ആറുമാണ്. കഴുതുരുട്ടി ആറിന്റെ ഭാഗത്തേക്ക് റോഡിന് ഇനി വീതി കൂട്ടുക എന്നത് പ്രാവർത്തികമാവുകയില്ല. ഈ സാഹചര്യത്തിലാണ് പാറ പൊട്ടിച്ച് റോഡിന് വീതി കൂട്ടണം എന്ന ആവശ്യം ശക്തമാകുന്നത്. എന്നാൽ റെയിൽവേയുടെ ഗേജ് മാറ്റം പൂർത്തിയായാൽ പിന്നീട് ഇവിടെ പാറ പൊട്ടിക്കാനായി റെയിൽവേ അനുമതി നൽകുകയുമില്ല. ഈ സാഹചര്യത്തിൽ ഗേജ് മാറ്റ ജോലികളോടൊപ്പം തന്നെ പാറ പൊട്ടിക്കൽ കൂടി നടത്തിയാൽ ദേശീയപാതയുടെ വികസനവും സാധ്യമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അധികൃതരുടെ അനാസ്ഥയാൽ ദുരിത ജീവിതം നയിക്കുകയാണ് അച്ചൻകോവിൽ ആവണിപ്പാറ ആദിവാസി കോളനി നിവാസികൾ. ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് കോളനി നിവാസികളുടെ തീരുമാനം. പുനലൂർ അച്ചൻകോവിൽ പാതയിൽ അച്ചൻകോവിൽ ആറിന് തീരത്താണ് ആവണിപ്പാറ ആദിവാസി കോളനി. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എത്തി വാഗ്ദാനങ്ങൾ നൽകി പോകുന്ന രാഷ്ട്രീയക്കാരും ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരും ഇവരെ പാടെ മറന്ന മട്ടാണ്. പാലം പണിഞ്ഞു തരാം, പിന്നെ വൈദ്യുതി എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആറ്റ് സൈഡിൽ കുഴി കുഴിച്ചാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവർക്കായി ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളം, വൈദ്യുതി പോലുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ദുരിത ജീവിതത്തിലാണ് കോളനി നിവാസികൾ. വെള്ളം ഇപ്പൊ കുറവാ. പിന്നെ കുളിക്കാനും നനയ്ക്കാനുള്ള ആറ്റിൽ നിന്ന് എല്ലാവരും വെള്ളം കോരുന്നത്. കിണറ്റിലൊക്കെ ഇച്ചിരി വെള്ളമേ എല്ലാവർക്കും കുടിക്കാനും കുളിക്കാനും പറ്റത്തില്ല. ഇവിടെ പിന്നെ ആറ്റിലും ഇപ്പൊ വെള്ളം കുറഞ്ഞോണ്ട് വരുക. കൊല്ലം റോട്ടറി ക്ലബ്ബ് നൽകിയ സോളാർ ലൈറ്റാണ് ഏക ആശ്രയം. എന്നാൽ മഴക്കാലത്ത് ഇതും പണിമുടക്കും. പിന്നീട് ആശ്രയം മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും മാത്രമാണ്. ഇവരിൽ വൃദ്ധരും കുട്ടികളും ഉൾപ്പെടുന്നു. വനവിഭവങ്ങൾ ശേഖരിച്ചും വനത്തിനുള്ളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തും ഉപജീവനം നടത്തുന്ന ഇവരോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് കോളനി നിവാസികളുടെ തീരുമാനം. ആദിവാസികളുടെ ഉന്നമനത്തിനായി സർക്കാർ കോടികൾ ചിലവാക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ തരത്തിലും ആവണിപ്പാറ നിവാസികളോട് അധികാരികൾ കാണിക്കുന്നത് തികഞ്ഞ അനാസ്ഥയാണ്. ഇതിനെതിരെ ഇലക്ഷൻ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം. ഇനിയെങ്കിലും അധികാരികൾ കണ്ണുതുറക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ കണ്ണൻ കല്ലാറിനൊപ്പം എസ് ശ്രീജേഷ്, ലൈവ് വാർത്ത. ആവണിപ്പാറയിൽ അച്ചൻകോവിൽ ആറിന് കുറുകെ പാലം നിർമ്മിക്കും എന്ന രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും വാഗ്ദാനങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടുത്തിടെ മന്ത്രി എത്തി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം എന്ന പേരിൽ പ്രഹസനം നടത്തിപ്പോയതായി കോളനി നിവാസികൾ ആരോപിക്കുന്നു. ആവണിപ്പാറ കോളനി നിവാസികൾക്കായി പാലം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും നൽകുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടുത്തെ പാലം. എന്നാൽ കഴിഞ്ഞ 3 മാസം മുൻപ് മന്ത്രി എത്തി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം എന്ന പേരിൽ ഒരു പ്രഹസനം നടത്തിപ്പോയതായി കോളനി നിവാസികൾ ആരോപിക്കുന്നു. അവര് പറഞ്ഞത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ 1 മാസത്തേക്കകം ഇവിടെ പാലം പണി തുടങ്ങും, 3 മാസം കൊണ്ട് പാലം തീരുമെന്നാണ് അവർ മന്ത്രി വന്ന് ഓർഡർ ചെയ്തിട്ട് പോയത്. പക്ഷേ ഇതുവരെയായിട്ടും അത് ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നടന്നതായിട്ട് അറിയത്തില്ലായിരുന്നു. ഇത് നടക്കുമോ നടക്കത്തില്ലെന്ന് ഒരു കാര്യം അറിയത്തില്ല. 2 കോടി രൂപ ഉണ്ടെന്നുള്ളതാണ്. ഇനി കാശ് എങ്ങനെ പോയെന്ന് ആൾക്കറിയാം. അതിനെപ്പറ്റി ഒരു കാര്യം അറിയത്തില്ല. പാലം യാഥാർത്ഥ്യമാക്കിയ മന്ത്രിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും അഭിവാദ്യമർപ്പിച്ച ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലം പണി ആരംഭിച്ചിട്ടില്ല. കോളനി നിവാസികൾക്ക് ഇപ്പോഴും ആറ് കടക്കാൻ ആശ്രയം ഒരു ചെങ്ങാടം മാത്രം. സ്കൂൾ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യേണ്ടതും ഈ ചെങ്ങാടത്തിൽ കൂടിയാണ്. 2 കോടി രൂപ പാലം പണിക്ക് അനുവദിച്ചിരുന്നു എന്ന് മാത്രമാണ് കോളനിക്കാരുടെ അറിവ്. ഉദ്ഘാടനവും വാഗ്ദാനവും വോട്ട് പിടിക്കലുമൊക്കെ തകൃതിയായി നടക്കുമ്പോഴും പാലം എന്നത് കോളനി നിവാസികളുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. എന്ന് യാഥാർത്ഥ്യമാകും എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത സ്വപ്നം. ലൈവ് വാർത്ത, പുനലൂർ. Pushpagreen Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagreen, happy kids, children play, learn and grow together. Bus facilities are available. Pushpagreen Central School, Edaman 34. Managed by Pushpagreen Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോടുകൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം മറക്കാൻ കഴിയുന്നതല്ല. നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്,
മാർക്കറ്റ് റോഡ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും, പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം, പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Holy Mass Central School, Idaman. റെയിൽവേയുടെ ഗേജ് മാറ്റ ജോലികൾക്കായി തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കടത്തിയ മണൽ പുനലൂർ പോലീസ് പിടികൂടി. ചെക്ക് പോസ്റ്റുകൾ കടന്ന് മണൽ പുനലൂരിലെത്തിയതിൽ ചെക്ക് പോസ്റ്റ് അധികൃതരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണൽ ലോറി പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന പാസ് ഉപയോഗിച്ചാണ് മണൽ കേരളത്തിലേക്ക് എത്തിച്ചത്. റെയിൽവേയുടെ പണികൾക്കായാണ് മണൽ എത്തിച്ചത്. പുനലൂർ SI CK മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ലോറി കസ്റ്റഡിയിലെടുത്തത്. വലിയ ടോറസ് വാഹനങ്ങളിൽ മണൽ കൊണ്ടുവന്നത് ഇന്നലെ വൈകുന്നേരം പുനലൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. റെയിൽവേയുടെ പണിക്കായിട്ട് വ്യാജമായ തമിഴ്നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാസ് ഉപയോഗിച്ചാണ് കേരളത്തിലേക്ക് അനധികൃതമായി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡ്രൈവറെ പ്രത്യേക കേസെടുത്തിട്ടുണ്ട്. വണ്ടി കോടതിയിൽ ഹാജരാക്കുന്നു. ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏകദേശം 10 ടണ്ണോളം മണലാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വിവിധ ചെക്ക് പോസ്റ്റുകൾ കടന്നെത്തിയ മണൽ ലോറി പൊന്നൂരിൽ എത്തിയപ്പോൾ മാത്രമാണ് പിടിയിലായതെന്നത് സംശയം ജനിപ്പിക്കുന്നു. ഇതോടെ കേരളത്തിലേക്ക് ഉള്ള മണൽ കടത്ത് വ്യാപകമായി നടക്കുന്നതായി തെളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാർച്ചിൽ മലയാള ചലച്ചിത്ര രംഗത്ത് നഷ്ടങ്ങളുടെ എണ്ണം പെരുകുന്നു. കലാഭവൻ മണിക്കും VD രാജപ്പനും പിന്നാലെ ചലച്ചിത്ര താരം ജിഷ്ണു രാഘവനും നിര്യാതനായി. ഏറെ നാളായി അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ജിഷ്ണു. മലയാള ചലച്ചിത്ര മേഖലയിൽ മാർച്ചിൽ നഷ്ടങ്ങളുടെ എണ്ണം പെരുകുന്നു. ചലച്ചിത്ര താരം കലാഭവൻ മണിക്കും ഹാസ്യതാരം VD രാജപ്പനും പിന്നാലെ നടൻ ജിഷ്ണു രാഘവനും നിര്യാതനായി. പഴയകാല നടൻ രാഘവന്റെ മകനാണ് ജിഷ്ണു. 35 വയസ്സായിരുന്നു. അർബുദ രോഗബാധയെ തുടർന്ന് ദീർഘനാളായി ജിഷ്ണു ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:15 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1987 പുറത്തിറങ്ങിയ കിളിപ്പാട്ട് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ രംഗത്ത് തുടങ്ങിയ ജിഷ്ണു കമലിന്റെ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നായകനിരയിലേക്ക് എത്തുന്നത്. 25ഓളം മലയാള ചിത്രങ്ങളിൽ ജിഷ്ണു വേഷമിട്ടു. റബേക്ക ഉതുപ്പ് കിഴക്കേമല എന്ന ചിത്രത്തിലാണ് ജിഷ്ണു അവസാനമായി അഭിനയിച്ചത്. രോഗബാധയെ തുടർന്ന് അഭിനയ രംഗത്ത് നിന്നും ഏറെ നാളായി വിട്ടുനിന്ന ജിഷ്ണു 2012 പുറത്തിറങ്ങിയ ഓർഡിനറി എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്. ഈ മാസം 5-ന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നമ്മൾ, റബേക്ക ഉതുപ്പ് കിഴക്കേമല, നിദ്ര, ചുണ്ട, ചക്കരമുത്ത്, നേരറിയൻ CBI, പൗരൻ, ഉസ്താദ് ഹോട്ടൽ, ഓർഡിനറി എന്നിവയാണ് ജിഷ്ണു അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ. ധന്യരാജനാണ് ഭാര്യ. ജിഷ്ണുവിന് ലൈവ് വാർത്തയുടെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. രാജവെമ്പാല ഭീതിയിൽ ദുരിതത്തിലായിരിക്കുകയാണ് ആര്യങ്കാവ് നാഗമല നിവാസികൾ. അടുത്തിടെ 3 രാജവെമ്പാലകളെയാണ് ഇവിടെ നിന്നും പിടികൂടിയത്. വേനൽ കടുത്തതോടെയാണ് രാജവെമ്പാലകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് കരുതുന്നു.
ആര്യങ്കാവ് തെന്മല പഞ്ചായത്തുകളിൽ നിന്നും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ പിടികൂടിയത് 7 രാജവെമ്പാലകളെയാണ്. ഇതിൽ 3 എണ്ണത്തെ ആര്യങ്കാവ് പഞ്ചായത്തിലെ നാഗമലയിൽ നിന്നുമാണ് പിടികൂടിയത്. തുടർച്ചയായി പാമ്പുകളെ കണ്ടെത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. വെള്ളിയാഴ്ച വീണ്ടും നാട്ടുകാർ രാജവെമ്പാലയെ കണ്ടെത്തുകയായിരുന്നു. നാഗമല അംഗൻവാടിയുടെ പിൻഭാഗത്തായിട്ടാണ് പാമ്പിനെ കണ്ടെത്തിയത്. 15 അടി നീളവും 23 കിലോ തൂക്കവുമുള്ള ആൺ രാജവെമ്പാലയാണ് വെള്ളിയാഴ്ച കണ്ടെത്തിയത്. എന്നാൽ കഴിഞ്ഞ 6 തവണയും പാമ്പിനെ വരുതിയിലാക്കിയത് പ്രശസ്ത പാമ്പുപിടുത്തക്കാരൻ വാവാ സുരേഷ് ആയിരുന്നെങ്കിൽ ഇത്തവണ വാവാ സുരേഷ് എത്തിയപ്പോഴേക്കും നാട്ടുകാർ പാമ്പിനെ ചാക്കിലാക്കി കഴിഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഏറെ നേരം കാത്തുനിന്ന നാട്ടുകാരിൽ ചിലർ കമ്പുകൾ ഉപയോഗിച്ച് രാജവെമ്പാലയെ ചാക്കിലാക്കുകയായിരുന്നു. ഒടുവിൽ വാവാ സുരേഷ് നാഗമലയിലെത്തി പാമ്പിനെ വനപാലകരോടൊപ്പം കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ കിഴക്കൻ മലയോര മേഖലയിൽ പിടികൂടുന്ന പാമ്പുകളെ മുഴുവൻ തൊട്ടടുത്ത ശെന്തരുണി കാടുകളിൽ തുറന്നുവിടുന്നത് മൂലം പാമ്പുകൾ വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചെത്തുകയാണ് എന്ന് നാട്ടുകാർ പരാതി പറയാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. നാഗമല പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ കടുത്ത ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ സമാപിച്ചു. കുരിശിന്റെ വഴിയും തിരുസ്വരൂപ ചുംബനവും ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച രാവിലെ 5:30 മുതൽ പുത്തൻ പാന പാരായണവും ഭക്തിനിർഭരമായ കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു. കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഡീക്കൻ ബേസിൽ വ്യാകുല പ്രസംഗം നടത്തി. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും പീഡാനുഭവ വായനയും നടന്നു. കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം, തിരുസ്വരൂപ ചുംബനം എന്നിവയും ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായി നടന്നു. മുൾമുടി നേർച്ച, പുത്തൻപാന പാരായണം എന്നിവയോടെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ സമാപിച്ചു. ശനിയാഴ്ച രാത്രി 11-ന് പുനലൂർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ സെൽവിസ്റ്റർ പുന്നമുത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജാഗരാരംഭം നടക്കും. പുത്തൻ തീ, ജ്ഞാനസ്നാനജലം വെഞ്ചരിപ്പ്, പെസഹ ജാഗരാനുഷ്ഠാനം, ദിവ്യബലി എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. Zodiac Silks. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. സോഡിയാക്കിന്റെ
ഒന്നാമത് വാർഷികം പ്രമാണിച്ച് ക്ലിയറൻസ് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും 50% ഡിസ്കൗണ്ട്, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. ഈ അവസരം ഏതാനും ദിവസങ്ങൾ മാത്രം. സോഡിയാക് സിൽക്സ്, ഓപ്പോസിറ്റ് ടൗൺ ജുമാ മസ്ജിദ്, പത്തനാപുരം. ഉറുകുന്ന ഹോളി ക്രോസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ദിനാചരണത്തിന്റെ ഭാഗമായി കുരിശിന്റെ വഴി നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഉറുകുന്നു ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ഉറുകുന്നു ജംഗ്ഷൻ വഴി കുരിശുമലയിൽ എത്തിച്ചേർന്നു. കുരിശുമലയുടെ അടിവാരത്തെ പുത്തൻപാന ദിവ്യകാരുണ്യ ആരാധനയും കുരിശുമലയുടെ നെറുകയിൽ കുരിശാരാധനയും വിശ്വാസികൾ നടത്തി. അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികൾ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തം. അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവം നാഥന്റെ ക്രിസ്തുവിന്റെ പീഡസഹനത്തിന്റെ ഓർമ്മയ്ക്കായി പ്രതീകാത്മകമായാണ് വിശ്വാസികൾ കുരിശിന്റെ വഴിയെ കാണുന്നതെന്നാണ് വിശ്വാസം. കുരിശിന്റെ വഴിക്ക് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് റവറന്റ് സിസ്റ്റർ ജ്യോതി, ഇടവക സെക്രട്ടറി ജോസഫ് പാറവിള, പള്ളി കമ്മിറ്റി അംഗങ്ങളായ ഡേവിഡ്, ഫ്രാങ്കോ, അന്നമ്മ, ഓമന, എലിസബത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കർത്താവിന്റെ വഴി തിരഞ്ഞെടുക്കുവാനായി വിളിക്കപ്പെട്ടവർ അവരുടെ ആ വിളിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ വഴി നടത്തുന്നത്. ഉടനീളം വിവിധ മതസ്ഥരായ വ്യക്തികൾ വേണ്ട സഹായ സഹകരണങ്ങൾ ഈ കുരിശുമലയുടെ അടിവാരത്തിൽ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ അങ്ങ് പടപ്പക്കരയിൽ നിന്ന് പോലും കടന്നു വരുന്ന എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കും വേണ്ടി അവർ ഭക്ഷണമൊരുക്കുന്നു. അങ്ങനെ ഇതൊരു സാർവത്രിക സഭയുടെ ഒരു ചെറിയ പതിപ്പായി ഇവിടെ നിന്ന് പുനലൂർ രൂപതയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ എല്ലാ വിശ്വാസികളോടും കൂടി ചേർന്ന് എല്ലാ വർഷവും ഭക്തിസാന്ദ്രമായ ഈ കുരിശിന്റെ വഴി ഇവിടെ നടത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. അമ്പനാട് മാരിയമ്മൻ കറുപ്പസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം 26-ന് സമാപിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങളാണ് നടക്കുന്നത്. അമ്പനാട് മെത്താപ്പ് മാരിയമ്മൻ കറുപ്പസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളാണ് 24, 25, 26 തീയതികളിലായി നടക്കുന്നത്. 25-ന് രാത്രി 9 മണിക്ക് കരകാട്ടം, രാത്രി 12 മണിക്ക് ശ്യാമപൂജ എന്നിവ നടന്നു. ഉത്സവ ദിവസം ഭക്തർക്കായി പ്രത്യേക അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ സമുദ്രം ഗോവിന്ദൻ, പന്നീർ മുരുകൻ തുടങ്ങിയവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ചരമറിയിപ്പ്. പുനലൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തെങ്ങുംതറയിൽ വീട്ടിൽ റിട്ടയർഡ് പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ PT ജോർജ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഷാരോൺ ഫെലോഷിപ്പിന്റെ പ്ലാച്ചേരി സെമിത്തേരിയിൽ നടക്കും. അമ്മിണി ജോർജാണ് ഭാര്യ. മിനി രാജു, ബിജു ജോർജ്, ബിന്ദു സാബു എന്നിവർ മക്കളാണ്. രാജു വർഗീസ്, ജിജി ബിജു, സാബു വർഗീസ് എന്നിവരാണ് മരുമക്കൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ അടച്ചിട്ടിരുന്ന ഹോട്ടലിൽ മധ്യവയസ്കനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. വെട്ടേറ്റത് കോട്ടുക്കൽ സ്വദേശി അഷറഫിന്.
ആവണിപ്പാറ ആദിവാസി കോളനിയോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് കോളനി നിവാസികൾ. അനധികൃതമായി കടത്തിയ മണൽ പുനലൂർ പോലീസ് പിടികൂടി. മണൽ കടത്തിയത് തമിഴ്നാട്ടിലെ പാസ് ഉപയോഗിച്ച്. രാജവെമ്പാല ഭീതിയിൽ ആര്യങ്കാവ് നാഗമല നിവാസികൾ. അടുത്തിടെ പിടിയിലായത് 3 രാജവെമ്പാല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.